റോഷിബാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. അങ്ങനെ ആ ആയുധവുമായി ബന്ധപ്പെട്ട സഭയ്ക്കകത്തും പുറത്തും സമരങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് ഒന്നാം പ്രതി പുറത്തേക്കിറങ്ങുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്കിറങ്ങുന്നു. കോടതിക്ക് ആശങ്കയില്ല എന്ന് പറയുമ്പോഴും ഇതിൽ വലിയ ആശങ്കകൾ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. ഇത് എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക റോഷിബാൽ? സ്മൃതി, ഇന്ന് നിയമസഭയിലടക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനം ഇത് തന്നെയാണ്. കാരണം സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ തൊണ്ടി മുതൽ പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തെളിവുകൾ പൂർണ്ണമായും കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും പ്രതികൾ ഒന്നൊന്നായി ജയിലിന് പുറത്തിറങ്ങുകയാണ്. പ്രതികൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെവിടെയാണ് ഈ തൊണ്ടി മുതൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, ആർക്ക് കൈമാറി എന്നതിൽ കൃത്യമായി ഉത്തരം നൽകേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരാണ്, മുരാരി ബാബു അടക്കമുള്ളവരാണ്. പക്ഷേ അവർ ആ ഉത്തരം നൽകാതെ, അല്ലെങ്കിൽ ആ തൊണ്ടി മുതൽ അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ആ ഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത ഒറ്റ സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നു, മുരാരി ബാബു ഇറങ്ങി. അങ്ങനെ ഒന്നൊന്നായി പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ സ്വാധീനമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. നമുക്കറിയാം, പല പ്രമുഖ വ്യക്തികളുമായി വലിയ ആത്മബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. ആ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടും എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഏതായാലും അതിനെ കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് ഭരണപക്ഷം പ്രതിരോധിക്കുമ്പോൾ പോലും അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി വരും ദിവസങ്ങളിൽ മാറും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നതും പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സ്മൃതി, ഈ ആക്ഷേപം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രതികൾ എല്ലാവരും പതുക്കെ പുറത്തിറങ്ങുന്നു. അതിൽ ഏറ്റവും പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും ജാമ്യം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായി പറയുമ്പോൾ പോലും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ എന്ന ഒരു ആരോപണം കൂടി പ്രതിപക്ഷം ഘടിപ്പിക്കുന്നുണ്ട്. ശരി, ഹരിമോഹൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നു. കേസിൽ ഇനി തൊണ്ടി മുതൽ കണ്ടെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, പാളികളിലെ സ്വർണത്തിന്റെ പരിശോധന, ആ പരിശോധന വീണ്ടും നടത്താൻ പോകുന്നു VSSൽ. ആ പരിശോധനാ ഫലം കിട്ടാൻ സമയമെടുക്കുന്ന സങ്കീർണമായ പ്രക്രിയയാണ്. അപ്പോഴും പൂർണ്ണമായ ഫലമായിരിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ സാങ്കേതികമായി വലിയ തടസ്സങ്ങളാണോ SITക്ക് മുന്നിൽ? ഹരിമോഹൻ, തീർച്ചയായിട്ടും ആ സാങ്കേതിക തടസ്സങ്ങൾ തന്നെയാണ് കേസിൽ ഇത്ര ദിവസമായി അന്വേഷണം നടന്നിട്ടും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ തന്നെയാണ്. തൊണ്ടി മുതൽ ലഭിക്കാതെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ തിരിച്ചടിയാകും പ്രോസിക്യൂഷൻ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം ഇത്രയും ദിവസം വൈകിയതിന്റെ ഒരു ഏറ്റവും ആദ്യ കാരണം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഇതേവരെ കണ്ടെത്തിയിട്ടുള്ളത് 479 ഗ്രാം സ്വർണം ബെല്ലാരിൽ നിന്ന്, 109 ഗ്രാം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന്. പക്ഷേ SITക്ക് ഇതേവരെ അത് തൊണ്ടി മുതലാണെന്ന് സ്ഥിരീകരിക്കാൻ ില്ല എന്ന് മാത്രമല്ല, പ്രതികൾ തന്നെ ഇത് പറഞ്ഞത് തങ്ങളുടെ അടുത്ത് നിന്ന്, അതായത് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും പറഞ്ഞത് തങ്ങളുടെ അടുത്ത് നിന്ന് ഈ അന്ന് വാങ്ങിയ സ്വർണത്തിന് തത്തുല്യമായ സ്വർണ്ണമാണ് വാങ്ങിയെന്നുള്ളതാണ്. അതായത് തൊണ്ടി മുതലാണ് ഈ സ്വർണം എന്നുള്ള കാര്യം SIT പറഞ്ഞാൽ പോലും അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തൊണ്ടി മുതൽ ഒരംശം പോലും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്